ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് സോളോയും അല്ല, ഫ്രണ്ട്സുമായിട്ടുമല്ല. ഇന്നത്തെ ട്രിപ്പ് ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അമ്മ അടിമാലിയിലെത്തി. പാമ്പിയാട് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയാണ്. വന്ന വഴി ഏർലി മോർണിംഗ് ഇറങ്ങി മാമലകണ്ടം വഴിയൊക്കെയാണ് വന്നത്. അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അമ്മ മാമലകണ്ടം നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് പോണത് ആനച്ചാലിലുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്, എലിഫൻറ്റ് പാസേജ്. അപ്പോൾ കൂടെ വന്നെങ്കിൽ എല്ലാവരും ഞാൻ പയ്യെ പരിചയപ്പെടുത്താം. ഇപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആയി. എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയാണ്, ഇത് മൈ ഡാഡി, മൈ ബ്രദറിൻ്റെ വൈഫ്, കൊച്ച്, അവർ കാന്താരി. ഇത് മമ്മി. അളിയൻ്റെ വണ്ടി കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന്. കാരണം മാമലണ്ടം വഴി വരാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ഇവൻ്റെ വണ്ടി സിറ്റി പർപ്പസ് നടക്കുള്ളൂ. അതുകൊണ്ട് കാറിന് ഇങ്ങനെ പോകുന്നു അളിയൻ്റെ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആനച്ചാലിലേക്കാണ്. ആനച്ചാലുള്ളൊരു പ്രോപ്പർട്ടി എലിഫൻറ്റ് പാസേജ്. ഇപ്പോൾ നമ്മൾ അടിമാലിയിലെത്തി. നമ്മൾ ഏതാണ്ട് പ്രോപ്പർട്ടിയുടെ അടുത്ത് എത്താറായി. ആനച്ചാലെത്തി. ഇനി ഇവിടുന്ന് 500 മീറ്റർ, 1/2 കിലോമീറ്റർ കൂടെ ഉള്ളൂ പ്രോപ്പർട്ടിയിലേക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഈ റൂട്ട് ഓടിക്കുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റം, നല്ല കുത്തനെയുള്ള കയറ്റം. സൂപ്പറായിട്ടുണ്ട്. ഇതെവിടെയാണോ പാർക്കിങ്? എവിടെ ഉണ്ടാവില്ല. വലിയനെ കൊണ്ടുവന്ന് പൊളിച്ചാനായിട്ട് പള്ളിക്കരണ്ടെന്നാണ്. അങ്ങനെ എലിഫൻറ്റ് പാസേജിൻ്റെ ഉള്ളിലെത്തി. വീണ്ടും ക്യാമറയ്ക്ക് എന്തോ തകരാറ് കാരണം കയറി വന്നപ്പോഴേക്കും ക്യാമറ നിന്നുപോയി. ആ കയറി വന്ന എലിഫൻറ്റ് പാസേജിൻ്റെ ഉള്ളിലേക്കുള്ള റൂട്ട് നല്ല രസമായിരുന്നു. ഇതാണ് റിസപ്ഷൻ. നമ്മളിപ്പോൾ 11 മണിയായപ്പോൾ എത്തി. ഇവിടെ ചെക്ക് ഇൻ ടൈം 1 മണിക്കാണ്. അത് കാരണം പുറത്ത് പോസ്റ്റായിട്ടിരിക്കുന്നു. ഇത് ഡാഡി മമ്മിയുടെ സെർച്ചിങ്ങിലാണ്. അനിയമ്പുള്ള മിലിയും അവിടെ സെർച്ചിങ്ങിൽ. കളി അപ്പം ഞാൻ ഇപ്പോൾ റിസപ്ഷനിൽ പോയി സംസാരിച്ചപ്പോൾ 11 മണിക്ക് ചെക്കൗട്ട് ആയതിനു ശേഷം റൂം ക്ലീനിങ് ചെയ്തിട്ടേ റൂം കിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മണിയെങ്കിലും ആവും. പിന്നെ ഒരു 1 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും കയറി വന്ന വഴി ഒന്ന് നടന്നിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ഇതാണ് എൻട്രി. ഇവിടെ നേരെ ഇവിടെ ടാക്സിയൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ മേളിലേക്ക് പോയായിരുന്നു. ഇതാണ് വഴി. 2 വശത്തും ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല സൂപ്പർ സ്ഥലം. ചൂടില്ല ഇവിടെ, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നല്ല പൊരി വെയിലത്തിങ്ങോട്ട് വന്നിട്ടേ ഇവിടെ ചൂടൊന്നും സാധനമില്ല. നല്ല കുത്തനുള്ള കയറ്റമുണ്ടാ. ഇറങ്ങണ്ടായിരുന്നു തോന്നണം. ഇപ്പം നല്ല ഡീപ്പ് വാലിയാണ്. ഈ സൈഡിലൊക്കെ നല്ല ഡീപ്പ് വാലിയാണ്. ഓ, പിന്നെ ഇതെന്താണിത്? ജനറേറ്റർ റൂമാണ്. ഇവിടെ ഒരു ജനറേറ്റർ റൂം. ഒരു കാർ അവിടെ നിന്ന് ഇറങ്ങാനുണ്ട്. പ്രൈവറ്റ് വണ്ടികളുടെ പാർക്കിംഗ് ഇവിടെയാണ്. പക്ഷെ അവിടെ സ്പേസ് ഉള്ളത് കൊണ്ട് അവിടെ തരാമെന്ന് പറഞ്ഞു. ഒരുപാട് ഗസ്റ്റ് ഉണ്ട് ഇവിടെ. നിറച്ച വണ്ടികൾ. ചെടി പിടിപ്പിച്ചാൽ നോക്കി ഇവിടെ
നല്ല രസമില്ലേ? ആ കൊള്ളാം. കയറി വരുമ്പോൾ ഈ കാണുന്ന റിസപ്ഷൻ, പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കോട്ടേജുകളാണ്. നമുക്ക് എവിടെയാണ് റൂമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ ഏതോ വണ്ടി പോകാനുണ്ട്, അപ്പോൾ ചെയ്യുമ്പോൾ അവിടെ പാർക്കിങ് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ പൂള്, കാണുന്ന റിസപ്ഷൻ തന്നെയാണ്. വാവ്. ഇവർ താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. കഥച്ചിട്ടേനെ ഉടമ്പ് എത്തിയപ്പോൾ തന്നെ ഒരു താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. നോക്കട്ടെ എങ്ങോട്ടാ പോയേക്കണം. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ആ അവിടെ ഇപ്പം ഉണ്ട്. സീസൊക്കെ ഉണ്ടല്ലോ. അല്ല കേട്ടോ, സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യെസ്, എല്ലാവരും ഇവിടെ ഉണ്ട്. ആ ഇവിടെ കളി തുടങ്ങിയേട്ടാ. ഒരാൾ കളി തുടങ്ങി. എന്തോ കളിക്കണ ഓടോ, നോക്കി കയറട്ടാ. ആ വാ കേൾക്കോ. ചിക്കി 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 ചി. ആ കേൾക്കോ കേൾക്കോ. അരി ഇവിടെ നിന്നോ. ആ കുറച്ച് പേർ ഇറങ്ങിക്ക്. ഇനി ഞാനാട് കുഞ്ഞാലടിക്കും വേണ്ട. പപ്പിരുന്ന് ആടണണ്ടില്ലേ? ഒരു കുഞ്ഞാവിരുന്ന് ആടണണ്ടില്ലേ? ഈ കുഞ്ഞാവ് ഇവിടെ ഇരുന്ന് അടിക്കും. നമ്മളെ റൂമുകളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ അതെ, കോട്ടേജുകളൊക്കെ ഈ സൈഡിലുണ്ട്. ഇവിടെ ഒരു കോട്ടേജ് കാണുന്നുണ്ട്, ഇവിടെ ഒരു കോട്ടേജ് കാണുന്നുണ്ട്. എന്തായാലും വലിയ പ്രോപ്പർട്ടി ഉണ്ടോ. ആ അവിടെ ഒരു കോട്ടേജ്. ഗുഡ്. ഓക്കെ, ഈ സൈഡ് മൊത്തം കോട്ടേജുകളാണ്. നമ്മൾ തിരിച്ച് ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കറങ്ങിയെത്തും. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഇപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ആനച്ചാലിലാണ് പ്രോപ്പർട്ടി. ഞങ്ങൾക്കിപ്പോൾ 5 പേർക്ക് ബുക്ക് ചെയ്തപ്പോൾ ഓൺലൈനിൽ കാണിച്ചത് ഓൾമോസ്റ്റ് 19,000 ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും 14,500 തരാമെന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി വേവ് ഓഫ് ചെയ്ത് 13,500 ലാസ്റ്റ് ഞങ്ങൾ 5 അഡൽസും ഒരു കിട്ടും. ഇതിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞു. ഇനി റൂംസൊക്കെ എങ്ങനെയാണെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് പറയാം. ഈ കാണുന്നതാണ് റിസപ്ഷൻ. പിന്നെന്താണ് ഓരോരുത്തർ ചെക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് നല്ല പിള്ളേരുടെ ഒച്ചപ്പാടും ബഹളങ്ങളും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റീഡിങ് കോർണർ, ഒരു ചെറിയൊരു ബേക്കറി സെക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെന്താണ്, വേറെ ചൂടില്ല, അതാണ്. അതെ, അനിയമ്പളോട് ഇരിപ്പുണ്ട്. ഡാഡി മമ്മിയൊക്കെ കയറി വരുന്നേ ഉള്ളിങ്ങാട്. അവരൊക്കെ താഴത്ത് അവിടെ തന്നെ അതേ വന്നുണ്ട്, അവിടെ നിന്ന് വന്നുണ്ട്. ഒരാൾ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടാ. ഭയങ്കര കളിയിലാണ് ബുക്ക് വായന. വായിച്ചാ ഇല്ലേ? എന്നാ വായിക്കുന്ന. അവിടെ ഇപ്പോഴും ചെക്കിൻ ആയിട്ടില്ല നമ്മുടെ. ഞാൻ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടുത്തെ വ്യൂ നോക്കി. പൂളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? കലക്കൻ. ഫൈനലി റൂംസ് റെഡിയായി. ഓൾമോസ്റ്റ് 12:30 ആയി.
ഒരു 1.5 മണിക്കൂർ പോസ്റ്റ് കിട്ടി. തക്കാളി തക്കാളിക്ക് നാണം. നമ്മുടെ റൂം കിട്ടിയിട്ടുണ്ട്. തക്കാളി അവിടെ ഒച്ചപ്പാടിലാണ്. 2106 ആൻഡ് 2107. ഇതാണ് നമ്മുടെ റൂം. റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. സ്ലൈഡായിരുന്നു. എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പറല്ലേ? അങ്ങനെ എല്ലാവരും ഫ്രഷ് ആവാൻ കയറി. ഫ്രഷായി കഴിഞ്ഞ് ചെറിയ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ പരിപാടിയിലില്ല, അതുകൊണ്ട് ഒന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് അറിയാം. സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഗെയിമിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു. യെസ്, ഗെയിമിംഗ് ഏരിയയിലേക്ക് എത്തി. കാണിച്ചു തരാം. ഗെയിമിംഗ് ഏരിയ രക്ഷയില്ല കേട്ടോ. ഗെയിമിംഗ് ഏരിയ കലക്കം വ്യൂ ഇവിടുന്ന് നോക്കി. ബില്ലിയാർഡ്സ്, ടേബിൾ ടെന്നീസ്, ഒരു ക്യാരം ബോർഡ്, ഒന്നല്ല 2 ക്യാരം ബോർഡ്, ഒരു ചെസ് ബോർഡ്. ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ പരിപാടി എനിക്കറിയാൻ പാടില്ല, ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ എന്താണോ? അതെ, പാമ്പും കോണി. ലുഡോ ആണത്. ഇങ്ങനത് എനിക്കറിയാൻ പാടില്ലത്. എന്തുകൊണ്ടതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇവിടുത്തെ വ്യൂ കൊള്ളാം. നോക്കി വ്യൂ ഇവിടുന്ന് അലക്കൻ പൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഗെയിമിംഗ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റാണ് റെസ്റ്റോറൻറ്റ്. വലിയ റെസ്റ്റോറൻ്റാണ്. ഇത് പുറത്തിരിക്കാം. ആരും എത്തിയിട്ടില്ല റെസ്റ്റോറൻറ്റിലോട്ട്. തക്കാളി പതച്ചുകൂടി കിടപ്പുടങ്ങി. എല്ലാ പരിപാടിയോടെ കലാപരിപാടികൾ ഏതാണ്ടൊക്കെ ഒതുക്കി ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ആ വണ്ടി താഴത്തെ എവിടെയോ പാർക്ക് ചെയ്തേക്കണത്. വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കുന്നു. നമ്മ പോകുന്നത് ആനച്ചാലം കടന തിരിച്ചു പോകണം. നമ്മൾ അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കഴിക്കാന്നുള്ള മൂടാണ്. വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കുന്നു. എല്ലാവരും സെറ്റായിട്ട് ഇവിടെ ഇപ്പുണ്ട്. അങ്ങനെ ഫുഡ് അടിയായി കഴിഞ്ഞു. തിരിച്ച് റൂമിലെത്തി. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്. അപ്പോഴേക്കും കൊച്ചുറങ്ങിപ്പോയി. അപ്പോൾ ബാക്കി ഡാഡിയും മമ്മിയും റൂമിൽ തന്നെ ഇരുന്ന് ഞാനും ഇതിനും വലിയും കൂടി പൂളി ചാടാനുള്ള പരിപാടി ഇനി അടുത്തത്. ഇവിടെ വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. എന്തായാലും പുള്ളി അവിടെ നിറച്ച ആൾക്കാരാണല്ലോ. പുള്ളൂരിലുള്ള ആൾക്കാരുണ്ട്. എന്നാലും നമ്മൾ ചാടും. വ്യൂ പൊളിയാണ് ഇവിടുത്തെ. അങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ പൂളി എന്നുള്ള. ഫസ്റ്റ് ഷവർ ചെല്ലി ഫസ്റ്റ് പോയി ഷവർ ചെയ്യണം. വയറൊക്കെ ഒട്ടിച്ചു പിടിച്ചാൽ കേട്ടോ. അതൊക്കെ ആൾക്കാർ കാണൂട്ടാ.
ദിലീപൊക്കെ അവിടെ പോയി ഷവറി. താഴത്തേക്ക് ഷവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കാണത് ഈ ഒരു സാധനം കണ്ട ഹാമോക്ക്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. 2 ഹാമോക്ക് ഉണ്ട്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, കൊള്ളാം. ഇത് ഷവറല്ലേ? ഇതിൻ്റെ മേളിൽ ഇരിക്കണ്ട, ഇവിടെ തിരിക്കാനുള്ളത് മരത്തിൽ കണ്ട കല്ലുമ്മ കയറി. അതന്നെ, യെസ്. ആ അങ്ങനെ ഇതാ ഗൾഫിൽ നിന്ന് വന്ന അറബിയുടെ അരുമ ശിഷ്യന്റെ കുളിസീൻ. ഇവിടെ എന്താ ഉണ്ടോ നോക്കി ഏറ്റത് എന്താ ഉണ്ടോ നോക്കിയാ 5 അടിയോ 4 ഓക്കെ. അപ്പോൾ വലിയ റിസ്കി സ്വിമ്മിംഗ് പൂളല്ല, 4 ഫീറ്റ് ഉള്ളു ഡെപ്ത്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയായിട്ടുണ്ട്. കൊള്ളാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും കയറി. ഒരാളിവിടെ ഭയങ്കര കരച്ചിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറ്റിയിട്ട് കാണിച്ചു തരട്ടെ അയാളെ. ഇയാൾക്കാൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറാണ്ട് ഭയങ്കര മടി. തക്കാളി കണക്കാരി കുളിച്ചാലാ, നീന്തിയാലാ കുളിച്ചാലാ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി നേരെ ഗെയിമിംഗ് ഏരിയയിലേക്ക് പോകുന്നു. അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, ചിക് ചാറ്റ് പ്രോഗ്രാം, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. 4:30 to 5:30 ആണ് പ്രോഗ്രാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:10 ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് അറിയാൻ പാടില്ല, നമുക്കൊന്ന് പോയി നോക്കാം. കളിക്കണ്ടോ? ബോൾ കളിക്കണ്ടേ? നമ്മൾ നേരത്തെ കണ്ട ഗെയിമിംഗ് ഏരിയയിൽ ടീ ആൻഡ് സ്നാക്സും പിന്നെ ഇവിടെ വന്ന ഗസ്റ്റുകൾ എല്ലാവരും കൂടെ ഉണ്ട്. നമ്മുടെ ആൾക്കാരും വന്നിട്ടില്ല, എല്ലാവരുടെ ഗെയിമിംഗ് സെഷനൊക്കെ. ടീ ആൻഡ് സ്നാക്സിന് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ടീ, കോഫി, ടീ വിത്തൗട്ട് ഷുഗർ, കോഫി വിത്തൗട്ട് ഷുഗർ, ദെൻ സം കുക്കീസ്. പഴംപൊരിയാണോ കായവർത്താണെന്ന് അറിയാൻ പാടില്ല, എന്തൊരു സംഭവം കൂടിയുണ്ട്. എല്ലാവരും ഭയങ്കര ഗെയിമിംഗ് സെഷനിലാണ്. ഓരോരുത്തരെത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കഴിക്കാൻ പോണത്? നമ്മളങ്ങനെ വൈകുന്നേരം ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു ജിമ്മുണ്ട്. ആ ജിമ്മ് മിനി ജിമ്മെന്ന് പറഞ്ഞത്. ജിമ്മിൻ്റെ അവസ്ഥ നോക്കട്ടെ. Okay, there is the mini gym. Let's go and see what's inside. Health club. Yes. Hello. Okay. So it's a mini gym? Okay, fine. തക്കാളി കളിക്കാനായിട്ട് ബോളുണ്ട്. വേറെ സംഭവങ്ങളായിട്ട് അല്ല. ഒരു സൈക്കിൾ, ഒരു ട്രെഡ്മില്ല്. ഓക്കെ. ഹെൽത്ത് ക്ലബ് അങ്ങനെ ശോകമായിരിക്കുകയാണ്. ഒരു സാധനവും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഹെൽത്ത് ക്ലബിന് നേരെയുള്ള വ്യൂ ഉള്ള
ഇതാണ് പ്രൈവറ്റ് കാർസിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയ. പിന്നെന്താണ്, ഇതൊക്കെ അപ്പുറത്തെ കോട്ടേജിലേക്കൊക്കെ പോകാനുള്ള വഴികളാണ്. ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റിംഗ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേളിലൊരു കോട്ടേജ് ഉണ്ട്. ഹെൽത്ത് ക്ലബിൻ്റെ മേളിലൊരു കോട്ടേജ് ഉണ്ട്. ഇനി വീണ്ടും പൂൾ ഏരിയയിലേക്കാണ് പോണത്. ലൈറ്റൊക്കെ നടക്കും കൊള്ളാട്ടെ. റിസപ്ഷൻ ഏരിയ. ഇവിടെയും ലൈറ്റൊക്കെ വന്നല്ല. പൂളിലാണെങ്കിൽ നിറച്ച ആൾക്കാർ പോയി. നമുക്ക് ആ ഊഞ്ഞാൽ ഏരിയയിലേക്ക് തന്നെ പോയാലോ? അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഡിന്നറും പുറത്ത് തന്നെ ആയിരുന്നു. ആ ഡിന്നർ ഹോട്ടലിൽ പേരായിരുന്നു ഓർമ്മ. ആനച്ചാ ജംഗ്ഷനിൽ തന്നെ കലക്കം ഫുഡായിരുന്നു. ഇവന് മാത്രം ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി. ഞാൻ ഡാഡി മമ്മിയൊക്കെ റെഡിയായി. നിതിനും മിലിയും കൊച്ചും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 8:30. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവരും കൂടി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളോട് ചെക്കൗട്ട് ആവുന്നു. അത്രയൊക്കെ ഉള്ളൂ. അത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കട്ടെ. അങ്ങനെ എല്ലാവരും റെഡിയായി. പുറകെ വരുന്നുണ്ട് എല്ലാവരും. ഞാൻ തക്കാളിയും കൂടി ആദ്യമേ പോകുന്നു അല്ലേ? ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ഹായ്. റെസ്റ്റോറൻറ്റിൽ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ. ഒരുപാട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറേ ഐറ്റംസ് ഉണ്ട്. ബ്രെഡ്, കോൺഫ്ലേക്സ്, സലാഡ്സ്, ബട്ടർ, ജാം സംഭവങ്ങൾ. ഇവിടെ എന്താണ്, പൂരി, സോന മസാല ആൻഡ് ഇഡ്ലി, സാമ്പാർ, ഉത്തപ്പം, കള്ളപ്പം, വെജ് കുർമ, oats and gobi paratha and lemon rice, boiled egg, vegetables, Mysore bonda. എനിക്കെന്താണ്ട് ടീ, കോഫി, കൊള്ളാം. യെസ്, ബ്രൗണി, കപ്പ് കേക്സ്, ഫ്രൂട്ട്സ്, ജ്യൂസ്. വാവ്, വലിയ ഡിഷാണ്. പിന്നെ ഇവിടെ വേറെ കൗണ്ടർ കൂടി ഉണ്ട്. സ്പെഷ്യലി ഓംപ്ലേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അല്ല, അതെ എല്ലാവരും ബിഗ് ബോസ് പണി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? കളി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഗെയിമിംഗ് ഏരിയയുടെ അവിടെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റ് മീലിയുടെ അടുത്ത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എല്ലാ വിഭവങ്ങളും കഴിച്ച ഒരേ ഒരാൾ ഇവിടെ ഉള്ളു. എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? തക്കാളിയുടെ ഭയങ്കര ഗെയിമിങ്ങിലുണ്ട്. എന്ത് കളി അറിയിക്കാം? ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് നിറച്ച് വരുന്ന പരിപാടിയാണ്. ഇത് വേണം. എടോ, ആന എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത്? തക്കാളി തക്കാളി, ആന എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത്? ഓ,
ആരെങ്ങനെ ഉണ്ടാക്കുന്നത്? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ഈ ചെക്കൗട്ട് ആണുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെന്താണ്, ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് വീഡിയോ അങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഫുൾ എൻ്റർടൈൻമെൻറ്റിലായിരുന്നു പരിപാടികൾ. അപ്പോൾ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.